ഓൻ്റെ ചിലവും കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കും ലാസ്റ്റമുണ്ട്. മക്കത്തെ ഇമാമിനില്ലേ ചിലവ് പൈസ? എൻ്റെ മക്കത്തെ ഇമാമിന് പൈസ വാങ്ങാൻ പാടുണ്ടെന്ന്. മറ്റേ ഷിയാബ് ചോറ്റൂരിന് പൈസ വാങ്ങാൻ പാട്. അതേത് വാപ്പയുടെ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ മുങ്ങാൻ പൈസ വാങ്ങാം, നിങ്ങൾക്ക് വയൽ പറഞ്ഞാൽ പൈസ വാങ്ങാം, ഇമാമത്തിനാ പൈസ. ഷിയാബ് ചോറ്റൂരിന് ഛത്തീസ്ഗഡ് പോയിട്ട് മദ്രസ ഉണ്ടാക്കുമ്പോൾ ഒരു 5000 10,000 വാങ്ങാം. അത് പാടില്ല. അതേത് ബാപ്പാനെ മതിയാവും? ഓനില്ല പെണ്ണുങ്ങൾ കുട്ടികൾ. ഏതായാലും നാട് ഹയാത്താണില്ലേ? എത്ര നാട്ടിൽ മദ്രസ ഉണ്ടായി? എത്ര നാട്ടിൽ മദ്രസ ഉണ്ടായത്? എത്ര നാട്ടിൽ പള്ളി ഉണ്ടായത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ഭാഷക്കാരും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു സമയത്ത് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഈ ഷിഹാബ് ചൊറ്റൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി. കാൽനടയായിട്ട് ഹജ്ജ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് കുറേ ബഹുമാനങ്ങളും ആദരവുകളും എല്ലാവരും കൊടുത്തതാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്തായിട്ട് നമ്മൾ ഷിഹാബ് ചൊറ്റൂറിനെ അങ്ങ് ഹിന്ദിക്കാരൊപ്പമാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുള്ളത്. അവർ വല്ലാത്തൊരു വലിയൊരു ആളായി കാണുന്നുണ്ട്. മാത്രമല്ല കുറേ വിഷയങ്ങളൊക്കെ, അതായത് മാലിടുന്നുണ്ട്, വരുന്ന സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, കയ്യിൽ പണം ഏൽപ്പിക്കുന്നുണ്ട്, ഓരോരോ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതുമൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഷിഹാബ് ചൊറ്റൂരിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത് റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ തുടരെയായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടിരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അടുത്തായിട്ട് റീസെൻ്റ്ലി അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഷിഹാബ് ചൊറ്റൂറിനെ കുറിച്ചിട്ടാണ്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഷിഹാബ് ചൊറ്റൂറിനെ കുറിച്ച് ചെറിയൊരു വിഷയം ഞാൻ അവതരിപ്പിച്ചു തരാം. അതായത് ഷിഹാബ് ചൊറ്റൂർ കാൽനടയായിട്ട് അങ്ങ് കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിനെ ഓരോരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ അവിടേക്ക് ആളുകൾ ക്രൗഡ് കൂടുകയും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പമ്പേൽ, അതായത് കർണാടക ഭാഗത്ത് പമ്പേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഞാനും അവിടേക്ക് ചെന്നിരുന്നു. പമ്പേൽ പള്ളിയിലാണ് അദ്ദേഹം അന്ന് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പിറ്റേ രാവിലെ ഈ ഉടുപ്പി റൂട്ട് വഴിയാണ് പോയത്. ഏകദേശം ഉടുപ്പി പോകുന്ന ആ റൂട്ടിൽ കുറച്ച് മുമ്പോട്ട് വരെ ഞാനിങ്ങനെ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ചില വീഡിയോസൊക്കെ ഞാനും ചെയ്തതാണ് ആ സമയത്തൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഓരോരോ നാട്ടിലേക്ക് എത്തുമ്പോഴും ആ നാട്ടിൻ്റെ ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവിടെ കസാല വെക്കുകയും അദ്ദേഹത്തിന് കുടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും റെസ്റ്റ് എടുക്കാനുള്ള രാത്രിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വാഗാ ബോർഡറിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന് ചില സംഭവങ്ങൾ നടക്കുന്നത്. അതായത് അവിടെ നിന്ന് ഇനി പോകാൻ കഴിയില്ല, ചില തടസ്സങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഒരു അതിർത്തി വരെ പോയി അവിടെ നിന്ന് വീണ്ടും കാൽനട ഇങ്ങനെ മുമ്പോട്ട് പോയി. ഏതായിട്ടും അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹജ്ജ് കർമ്മം നടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററാണ് അദ്ദേഹം നടന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരികയും തൻ്റെ ഉമ്മയൊക്കെ അവിടേക്ക് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും അങ്ങനെയാണ് തോന്നുന്നത്, ഇരിക്കട്ടെ. എന്നിട്ട് വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഹിന്ദിക്കാരൊക്കെ അവിടേക്ക് കൊണ്ടുപോവുകയും അവിടെ നല്ലോണം വീട്ടിലേക്കും അതേപോലെ പള്ളിയിലേക്കും അതിലേക്കും എല്ലാ ഫംഗ്ഷനിലേക്കും ഇങ്ങനെ തുടർച്ചയായി നമുക്ക് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ വിമർശിച്ചു. ഇവൻ എന്താണ് വലിയ ഔലിയായോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. വിമർശനങ്ങൾ തുടരെയായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായിട്ടും എനിക്ക് റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം നിങ്ങൾക്ക് ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മൂല്യന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാടുപെടുക എന്നുവെച്ചാൽ ഒരു നാടൻ പക്ക നാടൻ ഒരു നാടൻ പോയല്ലോ. ഇപ്പം ആ മനുഷ്യനെ കൊണ്ട് ഇനി എന്താണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പള്ളി മദ്രസ ഉണ്ടാകുക. കാരണം എന്തുകൊണ്ട്? ആ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ ഒരു വലിയ മാനാണെന്ന് തോന്നണം. അപ്പം ആ മനുഷ്യൻ ചെന്നാൽ ഒരു പൈസ കൊടുക്കും, അവിടെ പള്ളി മദ്രസ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഛത്തീസ്ഗഡിൽ അവിടുന്ന് എന്തായാലും ചിലർ പറയുമ്പോൾ വലിയ ആളായി ഔലിയായി നടക്കണം. ആയിക്കോട്ടെ ചങ്ങായി, ആയിക്കോട്ടെ, എനക്കെന്താ പണി?
ആ നാട്ടിൽ ഈ മനുഷ്യൻ ചെന്നാൽ ആ നാട്ടുകാർ മുഴുവൻ കൂടും. കാരണം മക്കത്തേക്ക് നടന്നോയാൾ എന്നാണ്. ഒരു മക്കത്തേക്ക് തീരെ പോകാത്ത കൂട്ടരാണ്. അവിടെ മക്കത്തേക്ക് നടന്നു പോയൊരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടായാലൊക്കെ പൈസ കൊടുക്കുക. ഈ പൈസ കൊണ്ട് പള്ളി മദ്രസ ഉണ്ടാക്കും. ഓൻ്റെ ചിലവും കഴിഞ്ഞിട്ടുണ്ടാവും. എനക്കും ലാഷ്ടമുണ്ട്. മക്കത്തെ ഇമാമിനുമില്ലേ ചിലവിന് പൈസ? എൻ്റെ മക്കത്തെ ഇമാമിന് പൈസ വാങ്ങാൻ പാടുണ്ടെന്ന് മറ്റേ ഷിയാബ് ചോറ്റൂരിന് പൈസ വാങ്ങാൻ പാട്. അതേ ഏത് വാപ്പേടാ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ മുണുങ്ങാൻ പൈസ വാങ്ങാം, നിങ്ങൾക്ക് വയൽ പറഞ്ഞാൽ പൈസ വാങ്ങാം, ഇമാമത്ത് നിന്നാ പൈസ. ഷിയാബ് ചോറ്റൂരിന് ഛത്തീസ്ഗഡ് പോയിട്ട് മദ്രസ ഉണ്ടാക്കുമ്പോൾ ഒരു 5000 10,000 വാങ്ങാം. അത് പാടില്ല. അത് ഏത് ബാപ്പാൻ്റെ മതകാവും? ഓനല്ല പെണ്ണുങ്ങൾ കുട്ടികളും. ഏതായാലും നാട് ഹയാത്താണില്ലേ. എത്ര നാട്ടിൽ മദ്രസ ഉണ്ടായി, എത്ര നാട്ടിലാണ് മദ്രസ ഉണ്ടായത്, എത്ര നാട്ടിലാണ് പള്ളി ഉണ്ടായത്? എന്താ ഇതൊക്കെ? നമ്മൾ ഒരു മനുഷ്യനെ ചീത്ത പറയാൻ എളുപ്പല്ലേ? അയാൾ ഞമ്മക്ക് നീയത്തറിയോ? അല്ല അല്ല ഷക്കത്ത കൽബഹു എന്ന് ചോദിച്ചില്ലേ? ജോന്റെ ഹൃദയം കീറി നോക്കിയോ? നമ്മളോ പോകൂല. ഒരു മനുഷ്യൻ പോയി, നടന്നു പോയി, അവൻ തിരിച്ചു പോരും, വാഗാതിർത്തിന് തിരിച്ചു പോരും എന്ന് പറഞ്ഞു എന്തൊക്കെ പൊന്നാപ്പുണ്ടാക്കി. അള്ളാഹു തൗഫീഖ് കൊടുത്തില്ലേ? പോയില്ലേ? കഅബാലയത്തിൻ്റെ മുറ്റത്ത് കഅബാലയത്തിൻ്റെ കിസ്വയിൽ പിടിച്ചില്ലേ? ഇവിടുന്ന് ചോറ്റൂരിൽ നടന്നിട്ട് അവിടെ വരെ എത്തിയില്ലേ? അൽഹംദുലില്ലാ, റബ്ബിൻ്റെ തൗഫീഖല്ലേ? പറയാത് റബ്ബിൻ്റെ തൗഫീഖാണോ? അല്ലേ, റബ്ബി തൗഫീഖാണ് ഇടുക. അത് റബ്ബിൻ്റെ അടയാളല്ലേ? ഒരു മനുഷ്യൻ നടക്കല്ലേ ആ കാലുകൊണ്ട്? മോനിയന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറഞ്ഞതിൽ 100% യോജിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എത്ര ആൾക്കാർ വിമർശിച്ചാലും ഒരു കുഴപ്പമില്ല എനിക്ക്. ഇത് ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് റഹ്മത്തുള്ള ഖാസിം ഉസ്താദ്. സത്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മനസ്സറിഞ്ഞ് ഒരു 5 മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് പൈസ വാങ്ങിയ അത് വലിയൊരു ഇത് മഹാനായിട്ട് നടക്കുകയാണ്, വലിയ ഇത് എന്താ അഹങ്കാരിയായിട്ട് ജീവിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരാളെ താഴ്ത്താൻ വളരെ എളുപ്പമാണ്. അവൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയത്ത് എന്താണെന്ന്, അതായത് ഇന്നമലമാലു പിന്നെ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു നല്ലൊരു നിയത്ത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും പല ആൾക്കാരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറ, സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ആ കാര്യം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സറിഞ്ഞ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ തന്നെ ഈ ഒരു ഇത് ക്ലിപ്പായിട്ട് കണ്ടപ്പോൾ തന്നെ ഇത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.